വിശ്വാസനായി. ഞാൻ തിരിയുന്നത് എൻ്റെ സുഹൃത്തിനെയാണ്. എനിക്ക് എൻ്റെ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. എന്താണ് പറഞ്ഞ പ്രശ്നം? നീയും ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായി കാണുന്നു. ഞാൻ തിരിയുന്നത് എൻ്റെ മതമാണ്. ഏതോ കാരണത്താൽ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അങ്ങയുടെ മുഖത്തിൽ ഒരുപാട് ദുഃഖം. എന്താണ് അങ്ങേക്ക് പറ്റി? ഞാൻ തിരിയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ പരസ്പരം സംസാരിക്കാറില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളാണ്. ആ ഒരു സ്നേഹബന്ധം ഇവരുടെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ട സാധനം. ഇവിടെ 3 പേര് തുല്യ ദുഃഖിതരാണ്. ഒരാൾക്ക് നഷ്ടപ്പെട്ടത് അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അയാളുടെ സുഹൃത്തിനെ. രണ്ടാമത്തെ ആൾക്കാർക്ക് അയാളെ മാർഗനിർദ്ദേശം നേർവഴിക്ക് നയിക്കേണ്ട അയാളുടെ ശിക്ഷയാണ് അയാൾ മാറിയില്ല. മൂന്നാമത്തെ വ്യക്തിക്കാകട്ടെ താൻ ഏറ്റവും സ്നേഹിച്ച കിഴിയും കളിയുമായി നിന്ന തന്റെ കുടുംബം തന്നിൽ നിന്നും അകന്നുപോയി. ഈ 3 വ്യക്തികളും അവരുടെ നഷ്ടങ്ങളുടെ കഥ പറയുമ്പോൾ ആ നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാര്യം അവരിൽ നിന്നും സ്നേഹം അകന്നുപോയി എന്നതുകൊണ്ട് മാത്രം. നമ്മൾ ജീവിതത്തിൽ സ്നേഹിക്കാൻ തുടങ്ങി നമുക്ക് നഷ്ടപ്പെട്ടതല്ല 10 മടങ്ങായി തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് ഉൾക്കൂട്ടിൽ പിറന്ന യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ പരസ്പരം സ്നേഹിക്കും. അതേ സന്ദേശമാണ് നമ്മളുടെ ഡയറക്ടറേഷൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് ശത്രുക്കൾക്ക് പോലും ഇടം കണ്ടെത്താൻ കഴിയുന്ന കൂടായി ഹൃദയവും ജീവിതവും മാറി കഴിയും. നമുക്കും സ്നേഹിക്കാൻ തുടങ്ങി. ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമില്ല. നമ്മളെപ്പോൾ തന്നെ നമ്മുടെ അയൽക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടതല്ല.